ഒടുവിലിതാ മന്ത്രിയും തന്ത്രിയും കുരുക്കിൽ. റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ്. പത്മകുമാറിന്റെ മൊഴി അതിനിർണായകമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു എന്ന സൂചനകളാണ് ഈ സമയങ്ങളിലൊക്കെ പുറത്തു വരുന്നത്. അതായത് പത്മകുമാറിന്റെ മൊഴി SIT വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴി ഹൈക്കോടതിയെ അറിയിക്കും. ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാകും തുടർ അറസ്റ്റുകൾ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. പത്മകുമാറിന്റെ മൊഴി വ്യക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് തന്ത്രി കണ്ഠര് രാജീവൻ. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതും സർവ്വ സ്വാതന്ത്ര്യം ഒരുക്കി കൊടുത്തതും തന്ത്രിയാണ് എന്നാണ് പത്മകുമാർ പറയുന്നത്. ഇത് തനിക്ക് മുൻപേ തന്നെ അറിയാമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രന് പരിചയമുണ്ടായിരുന്നു എന്നും പത്മകുമാർ നൽകിയ മൊഴിയിലുണ്ട്. താൻ പരിചയപ്പെടുന്നതിന് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രനും തന്ത്രിക്കുമൊക്കെ വല്ലാത്ത ആത്മബന്ധം ഉണ്ടായിരുന്നു. പോറ്റി ശബരിമലയിൽ പ്രവർത്തിച്ചിരുന്നത് തന്ത്രി കുടുംബത്തിന്റെ ആളായിട്ടായിരുന്നു. ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ള എന്ന ആരോപണം പത്മകുമാർ അംഗീകരിക്കുന്നില്ല. മറിച്ച് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളിലും തനിക്ക് മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ എല്ലാ അംഗങ്ങൾക്കും, അതായത് അന്നത്തെ ദേവസ്വം മന്ത്രിക്കടക്കം പങ്കുണ്ട് എന്ന വ്യക്തമായ മൊഴിയാണ് പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്.